ഹായ് കുട്ടീസ്, നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ് ചാപ്റ്റർ. അതിൽ തന്നെ നമുക്ക് ഒരുപാട് ടേബിൾസ് പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് ബയോമോളിക്യൂൾസിൽ പഠിക്കാനുള്ള മേജർ ടേബിൾസ് എങ്ങനെ ഈസി കോഡ്സ് വെച്ച് ക്രാക്ക് ചെയ്ത് പഠിക്കാമെന്ന് നോക്കിയാലോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം നമ്മൾ പഠിക്കുന്ന ടേബിളാണ് എലമെന്റ്സ് ഓഫ് എർത്ത് ക്രസ്റ്റും അതുപോലെ ഹ്യൂമൻ ബോഡീനെയും കമ്പയർ ചെയ്യുന്ന ഒരു ടേബിൾ. ദാറ്റ് ഇസ് given over there in first page അല്ലേ. നമ്മുടെ ഫസ്റ്റ് പേജിൽ തന്നെ ബയോമോളിക്യൂൾസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേബിളിൽ നമുക്ക് തന്നിരിക്കുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യാനുള്ള കാര്യം അവിടെ നല്ല ഷെയ്ഡഡ് ആയി കൊടുത്തിട്ടുണ്ട്. എർത്ത് ക്രസ്റ്റിനെയും ഹ്യൂമനെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഹ്യൂമൻസിലാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്ന് പറയുന്ന മേജർ ഓർഗാനിക് മോളിക്യൂൾസിലുള്ള കമ്പോണൻസ് കൂടുതലായിട്ടുള്ളത്. സിലിക്കൺ ഏറ്റവും കൂടുതൽ എർത്ത് ക്രസ്റ്റിലാണ് ഉള്ളത്. വെൻ യു കമ്പയർ ടു ഹ്യൂമൻ ബോഡി അവിടെ നെഗ്ലിജിബിൾ ആണ്. എന്നാൽ ബാക്കിയുള്ള മോളിക്യൂൾസിനെ എങ്ങനെ ഒരു ഓർഡറിൽ ഓർത്തെടുക്കാൻ പറ്റും? അല്ലെ, ഈ നമ്പേഴ്സും വാല്യൂസും പഠിക്കാൻ പാടാണ്, എന്നാൽ നമുക്കൊന്ന് ഓർഡറിനെ ഓർത്തെടുക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് ഈ കോഡ് യൂസ് ചെയ്യാൻ പറ്റുക. എർത്ത് ക്രസ്റ്റിലേക്കുള്ള മോളിക്യൂൾസിന്റെ ഒരു ഇൻക്രീസിങ് ടു ഡിക്രീസിങ്ങിലേക്കുള്ള ഒരു ഓർഡർ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ ആണ് ആൻഡ് ഏറ്റവും കുറവുള്ളത് നൈട്രജൻ ആണ്. ഇതിനെ ഓർക്കുന്നത് ഇങ്ങനെയാണ്: ഓ സിക്കാന, മെക്കാനിക്കൽ ഹേ, കമ്പ്യൂട്ടർ സയൻസ് നോട്ട്. ഓക്കെ, അപ്പൊ ഈ കോഡിനെ നമുക്ക് ഡീകോഡ് ചെയ്താലോ. ഓ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ, സിക്കാന സിലിക്കൺ, കാൽസ്യം സോഡിയം, അത് കഴിഞ്ഞാൽ യു ഹാവ് മെഗ്നീഷ്യം ദാറ്റ് ഇസ് മെക്കാനിക്കൽ, ഹേ എച്ച് ഹൈഡ്രജൻ, പിന്നെ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ കാർബണും സൾഫറും ഓൾമോസ്റ്റ് ഈക്വൽ എമൗണ്ട് ആണ് വരിക. ദെൻ യു ഹാവ് നൈട്രജൻ വിച്ച് ഇസ് ദ ലീസ്റ്റ് അബണ്ടന്റ്. ഇനി നമ്മൾ എർത്ത് ക്രസ്റ്റിൽ നിന്ന് നേരെ ഹ്യൂമൻ ബോഡിയിലേക്ക് എത്തുമ്പോൾ ഈ മോളിക്യൂൾസിന്റെ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റാർട്ടിങ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ തന്നെയാണ്, എന്നാൽ ഏറ്റവും കുറവ് വരിക സിലിക്കൺ ആണ്. അപ്പൊ ഇതിനെ ഓർക്കാൻ വേണ്ടിയുള്ള കോഡ് ഇതാണ്: ഓ CNCA ഹാസ് നയ മാഗി സൂപ്പ്. ഓ എന്ന് പറഞ്ഞാൽ അഗെയിൻ ഓക്സിജൻ, CNCA എന്ന് പറയുമ്പോൾ കാർബൺ, നൈട്രജൻ, കാൽസ്യം, ഹാസ് ഹൈഡ്രജൻ, സൾഫർ, നയ sodium, and you have magnesium which comes in Maggi, and finally സൂപ്പില് സിലിക്കൺ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓർഡർ ഓഫ് എലമെന്റ്സ് ഇൻ ബോത്ത് എർത്ത് ക്രസ്റ്റ് ആസ് വെൽ ആസ് ഹ്യൂമൻ ബോഡി വരിക. അപ്പം നമ്മൾ ആദ്യത്തെ ടേബിൾ പഠിച്ചില്ലേ, എല്ലാവർക്കും സെറ്റ് ആയില്ലേ? ഈ ടേബിൾ ആണ് മെമ്മറൈസ് ചെയ്യാൻ നമ്മൾ ഒത്തിരി കൺഫ്യൂസ് ചെയ്യുന്ന ടേബിൾ. സോ നൗ ഇറ്റ്സ് ഈസി. നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ടേബിൾ. ഹൗ ടു അനലൈസ് ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഹ്യൂമൻ ബോഡി. അല്ലെ, ഹ്യൂമൻ ബോഡിയിലുള്ള കെമിക്കൽ കോമ്പോസിഷന്റെ ഒരു ടാബുലേഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് പറയുന്നുണ്ട് വാട്ടർ ആണ് ഏറ്റവും അബണ്ടന്റ് ആയി വരിക 70 to 90%. ശേഷം പ്രോട്ടീൻ ആണ് 10 to 15%. പിന്നെ നമുക്ക് ന്യൂക്ലിക് ആസിഡ് ആണ് 5 to 7. ദെൻ യു ഹാവ് കാർബോഹൈഡ്രേറ്റ് 3, ലിപ്പിഡ് 2 ആൻഡ് അയോൺസ് 1. ഇതിനെ എങ്ങനെ ഓർഡറിൽ ഓർത്ത് വെക്കാം? വാട്ട്, പ്രോ, ന്യൂ, കാർ, ലൈക്ക്, ഇയോൺ. വാട്ട് എന്ന് പറഞ്ഞാൽ വാട്ടർ, പ്രോ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ, ന്യൂ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിക് ആസിഡ്, കാർ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, ലൈക്ക് എന്ന് പറയുമ്പോൾ ലിപ്പിഡ്, ആൻഡ് ഇയോൺ ഈസ് അയോൺസ്. സോ ദിസ് ഇസ് ദ ഓർഡർ ഇൻ വിച്ച് ദ മോളിക്യൂൾസ് അബണ്ടൻസ് ഈസ് ഷോൺ ഇൻ യുവർ ബോഡി. ഏറ്റവും കൂടുതൽ വാട്ടർ, ഏറ്റവും കുറവ് അയോൺസ്. അപ്പോൾ ഈ ടാബുലേഷനും നമുക്ക് സെറ്റ് ആയി അല്ലേ. Then we are going to the very most important tabulation നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. That is about the secondary metabolites. നമുക്കറിയാം സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ പേരും അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത് സ്ഥിരമായി നമ്മൾ നീറ്റിൽ ആൾട്ടർനേറ്റ് ഇയറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാബുലേഷൻ. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ഈ ടേബിളിനെ പഠിക്കാമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഏതൊക്കെയാണ് എന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള ഒരു കോഡാണ് ടീച്ചർ, DPP, ലേറ്റ്. ടീച്ചർ എന്ന് പറയുമ്പോൾ ടെർപിനോയിഡ്സ്, D എന്ന് പറയുമ്പോൾ ഡ്രഗ്, then you have pigments, P, another P is polymer, then you have late, L for lectin, then you have A for alkaloids, T for toxins and E for essential oils. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള മേജർ ആയിട്ടുള്ള സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഇവയെല്ലാമാണ്. എന്നാൽ നമുക്കറിയാം ഇവരുടെയൊക്കെ പേര് നമുക്ക് പഠിക്കണം. സോ നെക്സ്റ്റ് നമ്മൾ ആ ടാബുലേഷനിലേക്ക് നോക്കുമ്പോൾ ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് പിഗ്മെന്റ്സ്, ഏതെല്ലാമാണ് നമുക്ക് പഠിക്കാനുള്ള ഡിഫറെൻറ്റ് ആൽക്കലോയിഡ്സ്, ടെർപിനോയിഡ്സ് എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്.
ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഈസി ഉള്ളത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പിഗ്മെന്റ്സ്, നമുക്കറിയാം കെരറ്റിനോയിഡ്, ആന്തോസയനിൻ ഒക്കെ നമ്മൾ എപ്പോഴും പഠിക്കുന്ന പിഗ്മെന്റ്സ് ആണ്. ലൈക്ക് ദ ടെർപ്പിനോയിഡ്സിന്റെ പേര് മോണോടെർപ്പീൻ, ഡൈടെർപ്പീൻ ആണ്. ഈ പേര് കേട്ടാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. എസെൻഷ്യൽ ഓയിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ലെമൺ ഗ്രാസ് ഓയിലാണ്. സോ ഓൾ ദീസ് 3 ആർ വെരി ഈസി. പക്ഷേ നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുകളുള്ളത് നമുക്കൊന്ന് ഓർക്കാനായിട്ട് നോക്കിയാലോ. അപ്പോൾ ആദ്യം ആൽക്കലോയിഡ്സ്. നമുക്കിങ്ങനെ ആലോചിക്കാം. ആൽക്ക, കൗ, മോർ. കൗവിൻ്റെ മോരാണ് കുടിക്കുന്നത്. ആൽക്ക ആൽക്കലോയിഡ്സ്, കൗ കോഡീൻ ആൻഡ് മോർ മോർഫിൻ. സോ കോഡീൻ ആൻഡ് മോർഫിൻ ആർ ദ 2 ആൽക്കലോയിഡ്സ്. ഇനി അടുത്തതാണ് ടോക്സിൻസ്. ടോക്സിൻസ് നമുക്ക് വരുന്നതാണ് അബ്രിനും റൈസിനും. ഇത് ഓർക്കാൻ വേണ്ടി ടാർ എന്ന് പഠിക്കാം. ടോക്സിൻ, അബ്രിൻ, റൈസിൻ, ടാർ. ഇനി അടുത്തതാണ് ലെക്റ്റിൻ. ലെക്റ്റിനും ലെസിറ്റിനും ഒരിക്കലും തിരിഞ്ഞു പോരുത്. ലെസിറ്റിൻ എന്ന് പറയുന്ന ഫോസ്ഫോലിപ്പിഡ് ആണ്. എന്നാൽ ലെക്റ്റിൻ എന്ന് പറയുന്നതാണ് നമുക്ക് ഇവിടെ വരുന്ന സെക്കൻഡറി മെറ്റബോളൈറ്റ്. ആൻഡ് അത് ഓർക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിക്കാം. ലെക്ചർ കോൺ. ലെക്റ്റിൻ നമുക്കുള്ളത് കോൺകാനവാലിൻ എ എന്ന് പറയുന്ന കോമ്പോണന്റ് ആണ്. ദെൻ ഫൈനലി നമ്മൾ ഡ്രഗ്സിലേക്ക് പോവുകയാണ്. വിൻബ്ലാസ്റ്റിൻ ആൻഡ് കുക്കുമിൻ. വിൻബ്ലാസ്റ്റിൻ എന്ന് പറയുന്നത് ക്യാൻസർ ട്രീറ്റ്മെന്റിന് വരെ യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ്. ആൻഡ് കുക്കുമിൻ യു ഗെറ്റ് ഇറ്റ് ഫ്രം ദി ടർമറിക്. അപ്പോൾ ഇനി നമുക്ക് ഇവരെ എങ്ങനെ ഓർത്തിരിക്കാം? ഡ്രഗ്സ് ഇൻ ഡസ്റ്റ്ബിൻ, ഈറ്റ് കുക്കുംബർ. ഡ്രഗ്സ് ഡസ്റ്റ്ബിനിൽ ഇടുക, ഈറ്റ് കുക്കുംബർ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർക്കാം. ഡ്രഗ്, ഡസ്റ്റ്ബിൻ, ദാറ്റ് ഈസ് വിൻബ്ലാസ്റ്റിൻ, ആൻഡ് കുക്കുംബർ, ദാറ്റ് ഈസ് കുക്കുമിൻ. So these are the different examples that you have to study for secondary metabolites. അപ്പോൾ ഈ ചാപ്റ്ററിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറേ ടേബിൾസും അതിൻ്റെ ഈസി കോഡ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബയോമോളിക്യൂൾസ് കുറച്ചും കൂടെ ഒന്ന് ഈസി ആയില്ലേ? ഇനി വേറെയും ട്രിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്കറിയാം ബയോമോളിക്യൂൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം വരുന്ന എക്സാം GIB ഈ വരുന്ന 29th of September ആണ്. അപ്പോൾ ഇനിയും നിങ്ങൾ GIB എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സോ സീ യു ദേർ. ബൈ.